തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയും നവാസും അതുപോലെ തന്നെ നജാഫും അവരുടെ കാലഘട്ടത്തിൻ്റെ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷം സക്സസ് സ്റ്റോറി, ഞാനൊരു മുൻകാല MSFൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് സർട്ടിഫൈ ചെയ്യുന്നു. അതൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു, യാതൊരു സംശയമില്ല. വിജയങ്ങളുടെ ഒരു ഘോഷയാത്ര ഉണ്ടാക്കാൻ MSFന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. MSFൻ്റെ ഓരോ കാലഘട്ടവും ഒന്നിനൊന്ന് മെച്ചമാണ്. ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനുണ്ടാക്കിയതാണ്. ഓരോ കാലഘട്ടവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടാവണം, സാമൂഹ്യ പരിവർത്തനങ്ങളുണ്ടാകണം, തലമുറ മാറണം. ബഹുമാനപ്പെട്ട തങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ പരമോന്നത ബഹുമതി കിട്ടിയ പുതിയ തലമുറയിലെ അഭിനവ ഭാഷയിൽ പറഞ്ഞ ജൻസികളിൽപ്പെട്ട MSFകാരൻ എത്തിയ സ്ഥലം, ഇവിടെ അവർക്ക് കിട്ടിയ അംഗീകാരം ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറഞ്ഞില്ലേ. അത്രത്തോളം വളരണം സംഘടന, അത്രത്തോളം വളരണം സമൂഹം, അത്രത്തോളം വളരണം ജനങ്ങൾ, ആളുകൾ. സ്ത്രീ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകണം. എല്ലാ നിലക്കും സമൂഹത്തിൻ്റെ വളർച്ചയോടൊപ്പം വളർന്നൊരു സംഘടനയാണ്. അതിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിൻ്റെ ശക്തമായ വിദ്യാർത്ഥി സംഘടനയാണ് MSF. ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമുക്കൊക്കെ അറിയാം, ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ഇടതുപക്ഷ ഭരണമാണ്. ഒരു കാഹളം മുഴങ്ങുന്നുണ്ട്, ഒരു സംശയമില്ല. അന്തരീക്ഷത്തൊരു മുഴക്കം കേൾക്കാം. അത് ഇടതുപക്ഷ ഭരണം അവസാനിക്കുന്നതിൻ്റെതാണ്, ഒരു പുതിയ സംവിധാനം ഇവിടെ വരുന്നതിൻ്റെതാണ്. അത് ഈ സംസ്ഥാനത്ത് സംഭവിച്ചേ പറ്റൂ. യൂണിവേഴ്സിറ്റികൾ അക്രമികളുടെ കേന്ദ്രമായി, മുരടിപ്പിൻ്റെ കേന്ദ്രമായി ലോകം അതിവേഗം സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കലാലയങ്ങൾ, ഇവിടെ നവാസ് പറഞ്ഞു കോഴിക്കോട് യൂണിവേഴ്സിറ്റി പോലെയുള്ള CH മുഹമ്മദ് കോയ സാഹിബ് ആ കാലത്ത് വളരെ ഭാവനയോടുകൂടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം ഈ അഭിനവ കാലത്ത് എവിടെയോ എത്തേണ്ടത്, അത് എത്തി നിൽക്കുന്നത് അവിടെ ഇരുന്ന് കുശലം പറയുക, അവിടെ ഇരുന്ന് സിൻഡിക്കേറ്റും മറ്റുള്ളതൊക്കെ രാഷ്ട്രീയം പറയുക, അവിടെ ഇരുന്ന് ട്രേഡ് യൂണിയൻ പോലെ കാര്യങ്ങൾ നടത്തുക. അതപ്പതിച്ച് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ മുരപിടിപ്പിൻ്റെ സ്ഥിതിയിലേക്ക് പോയി. വിദ്യാർത്ഥി സമൂഹത്തെ നോക്കി എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, ഞങ്ങളൊക്കെ ഇടതുപക്ഷത്തേക്കാൾ UDF ഇടതുപക്ഷത്തേക്കാൾ അല്പം മുമ്പേ നടക്കുന്നവരാണ്. ഞങ്ങൾ വന്നാൽ ആ സ്ഥിതി മാറ്റും, യാതൊരു സംശയവും വേണ്ട. വിദ്യാഭ്യാസത്തിൽ അതുപോലെ തന്നെ ടെക്നോളജിയിൽ ഒക്കെ ഐക്യജനാധിപത്യ മുന്നണി മുമ്പേ നടന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് നിയമസഭയിലൊരു ചോദ്യോത്തര വേള ഉണ്ടായിരുന്നു. ഡാവോസിൽ പോയി വന്ന് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിൻ്റെ കാര്യം പറഞ്ഞ് വ്യവസായ മന്ത്രി കത്തി കാളുമായിരുന്നു. അങ്ങനെ നിറഞ്ഞു നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് കയറി ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. 10 കൊല്ലമായല്ലോ പണി തുടങ്ങിയിട്ട്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്ന ഞങ്ങളെ കാലത്ത് 5 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ചെയ്ത കാര്യങ്ങൾ, മെട്രോ റെയിലോ അല്ലെങ്കിൽ ടെക്നോ പാർക്കോ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയോ അല്ലെങ്കിൽ എയർപോർട്ടോ അങ്ങനെ പലതുമായി കാണാൻ, മനുഷ്യൻ്റെ നഗ്ന കണ്ടുകൊണ്ട് കാണാനുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. 10 കൊല്ലമായില്ലേ കയ്യിലൊത്തുണ്ട്, ഒരെണ്ണം പറയാവോ എന്ന് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഒന്ന് പതറി. പിന്നെ ആലോചിച്ചു, ഒന്നും പറയാനില്ലല്ലോ. ആ പോകുന്ന നാഷണൽ ഹൈവേ വലിയ റോഡ് പറയുമായിരുന്നു, പക്ഷെ അത് ഇടിഞ്ഞു പൊളിച്ചതിന് ശേഷം ആകെ പറയുന്നത് ഞങ്ങളതല്ല നമ്മുടേതല്ല എന്നാണ്. അപ്പോൾ അതും പറയാനില്ല. 10 വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ കേരളത്തിലെ ഈ ഇടത് മുന്നണി ഭരണത്തിൻ്റെ ഒരു കാണാവുന്ന റിസൾട്ട് എന്ത് എന്ന് ഒറ്റ വാക്കിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറയാൻ കഴിഞ്ഞില്ല. നമ്മളോട് ഓരോ 5 വർഷം ചോദിച്ചാലും നമ്മൾ പറയുമായിരുന്നു. CHൻ്റെ കാലത്തെ പറയാമായിരുന്നു, തറാപറ പഠിപ്പിച്ചു.
നമ്മുടെ കാലത്ത് പറയാൻ കഴിയും IT ലിറ്ററസി ഉണ്ടാക്കി. എന്തിനീ 10 വർഷം കേരളത്തെ മുഴുവൻ കടക്കണിയിലാക്കി. ഞാൻ MSFൻ്റെ സമ്മേളനത്തിൽ ഇത് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്തുമാത്രം അധപ്പതിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. കുട്ടികൾ കാത്തിരിക്കുമോ? കുട്ടികൾ മുഴുവൻ കേരളം വിട്ടുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പ് പറയുന്നു, ഇലക്ഷൻ നടക്കട്ടെ, ഭരണം വന്നാൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറയും, പോകുന്ന കുട്ടികളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. ഞങ്ങൾ അത്തരം പരിപാടികളുമായി വരും. അതുപോലെ ആധുനിക ലോകം ആവശ്യപ്പെടുന്ന തരത്തിൽ കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ MSF ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിക്ക് കഴിയും. കാലഹരണപ്പെട്ട നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആകെ തകിടം മറിഞ്ഞു. കുട്ടികളാണ്, യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. നിങ്ങളെയാണിത് സീരിയസ് ആയിട്ട് ബാധിക്കുക. ഓരോരുത്തരും കടക്കാരായി ആവശ്യമില്ലാതെ ദുർവ്യയം ചെയ്ത് 10 വർഷക്കാലം ഈ സംസ്ഥാനത്ത് തകർത്ത ഭരണം മാറുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ ബഹുമാനായ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിശക്തമായി പിന്തുണ കൊടുക്കുന്ന UDFൻ്റെ സക്സസ്, MSFൻ്റെ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFൻ്റെ ഒക്കെ ഒരു സക്സസ് സ്റ്റോറിയുടെ കാലം കൂടിയാണ് കടന്നുപോയത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളുടെ കാലമാണ്. മാറി നിന്നാൽ നന്നാവും. ഈ വിദ്യാർത്ഥികളും ഈ പുതുതലമുറയും അവരുടെ നീതിയുക്തമായ ഒരു കാലഘട്ടത്തിലേക്ക് പോട്ടെ. CHൻ്റെ സ്റ്റോറിയും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്റ്റോറിയും MSFൻ്റെ കഥയും ഒക്കെ ഈ നാടിന് നൽകിയിട്ടുള്ളത് അതാണ്. എന്നാൽ ഇപ്പോൾ മുരടിപ്പാണ്. അതിൽ നിന്ന് മോചനം നേടാനുള്ള ശക്തി MSFനുണ്ട് എന്ന് ഇന്നിവിടെ മലപ്പുറത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഈ ഉഗ്രൻ പ്രകടനവും സമ്മേളനവും ഈ സക്സസിനെയും അതിൻ്റെ നേതാക്കൾ നവാസിനെയും നജാബിനെ അവരുടെ ടീമിനെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. ജയ്.